ഗുണം എന്താണെന്ന് പറഞ്ഞാൽ 30,000 രൂപ വില വരുന്നൊരു ഹെഡ്ലൈറ്റ് ആണ്. നമുക്ക് ഒറ്റ പൈസ പോലും മുടക്കാതെ ചെറിയൊരു എമൗണ്ടിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് മാത്രം മാറിക്കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഇത് റെഡിയാക്കാൻ സാധിക്കും. പലരും ഈ ഒരു പ്രശ്നം കാരണം ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് മാറാതെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുകയാണ്. അങ്ങനെ പിന്നെയും പണി പാളി. ഏതായാലും വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അതായത് നമ്മളിപ്പോൾ ഈ ഒരു കവറൊക്കെ തിരിച്ചതിനകത്തോട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ വെച്ചിട്ടായിരിക്കും ഇനി നമുക്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കേടുക്കാഴ്ചയായിട്ട് ഇവൻ വർക്ക് ചെയ്യും. ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ റൈറ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് താന്നും ലെഫ്റ്റ് സൈഡിലും പൊങ്ങിയാണ് നിൽക്കുന്നത്. ഞാനിവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇപ്പം 4ലാണ് നിൽക്കുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഞാനത് 3ലാക്കി, 2ലാക്കി, 1ലാക്കി, 0ലാക്കി. ഇപ്പം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൻ്റെ ഏകദേശം ഒരു ഹൈറ്റിലെത്തിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് താക്കുകയാണ്. അപ്പോൾ റൈറ്റ് സൈഡ് മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ, ലെഫ്റ്റ് സൈഡ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, ഇതിൻ്റെ മോട്ടർ പോയതാണോ എന്നുള്ളൊരു ഡൗട്ട് വരും. നമുക്കതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുന്ന പോലെ അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കിയപ്പം ഇതിങ്ങ് ഊരിപ്പോരുന്നുണ്ട്. അതായത് ഇതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്കത് പൊങ്ങി വന്നത് കണ്ടു. ഇനി ഞാൻ ഒന്നുകൂടെ ഇതൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. യെസ്, അപ്പോൾ സംഗതി വർക്കിംഗ് ആണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവിടെ വരുന്ന ഒരു ലോക്ക്, അതായത് ഇതിനകത്ത് വരുന്ന ഒരു ലോക്കിംഗ് മെക്കാനിസത്തിന് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ യൂണിറ്റിങ് ഊരിയെടുത്തു. ഓക്കെ, അപ്പം നമുക്ക് ഇവനെ ഒന്ന് പൊളിച്ച് സെറ്റാക്കാം. അതായത് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് ഇവനെ ഒന്ന് അഴിച്ച് നോക്കാം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിയൊന്നും കഴിഞ്ഞില്ല. ഏതായാലും ഈ ഒരു പണി തീർക്കാമെന്ന് വെച്ചുകൊണ്ട് ഇത് രാവിലെ പൊക്കിക്കൊണ്ടെങ്കിൽ പോകുന്നു. ഈ ഒരു സംഗതി നമുക്കൊന്ന് നന്നാക്കാൻ നോക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഹൈറ്റ് അഡ്ജസ്റ്റിങ്ങിൽ അകത്ത്, അതായത് ഈ യൂണിറ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇവനാണ് നമ്മുടെ ഐറ്റം. ഇവനെ നമുക്ക് പതുക്കെ ഇങ്ങനെ തുറക്കാം. ഒരു കാര്യത്തിലും ധൃതി കൂട്ടരുത്. പതുക്കെ ഇതിങ്ങനെ അഴിച്ചു നോക്കണം. ഒരു ക്ലിപ്പ് ഇവിടെ വിടാനുണ്ട്, അതും കൂടെ ഊരുക. യെസ്, അപ്പോൾ ഊരി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഇങ്ങനെ ഒരു സംഗതി ഇതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവനാണ് മേലോട്ടും താഴോട്ടും പോകുന്ന നമ്മുടെ ഐറ്റം. ഈ ഒരു സംഗതിയിലാണ് നമ്മുടെ മെയിൻ കഥ ഇരിക്കുന്നത്. അതായത് നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോൾ അതിലോട്ട് ആ പ്ലാസ്റ്റിക് ലോക്കിലോട്ട് തിരിച്ചു കയറണം. അത് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവനെ ഒന്ന് പുറത്തോട്ട് എടുക്കാൻ പറ്റിയാൽ മാത്രം ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അന്നേരം എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനൊന്ന് ഇരുന്ന് ആലോചിക്കട്ടെ. ഓരോന്നും ചെയ്ത് നോക്കുകയാണ്. ഓക്കെ ആകുകയാണെങ്കിൽ ഓക്കെ ആകട്ടെ എന്ന് മാത്രം ഞാൻ വിചാരിച്ചുകൊണ്ട് ഇതിൽ ഓരോ സാധനങ്ങൾ ഞാൻ പതുക്കെ ഒന്ന് ഊരിയെടുക്കും. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടർ അസംബ്ലി, അതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് നമ്മുടെ പവർ വരുന്ന പോയിൻ്റ്. അപ്പോൾ ഇത് ഇങ്ങനെ ചുമ്മാ കയറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് കയറിയിരിക്കുന്നത്. ഓക്കെ, അത് ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ യൂണിറ്റ് ഒന്ന് നോക്കാം. ഇത് കറങ്ങുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇത് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കട്ടെ. അങ്ങനെ ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. ക്ലോക്ക് വൈസിൽ അഥവാ ടൈറ്റ് ചെയ്യുന്ന പൊസിഷനിൽ ഇത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രൂ അഥവാ ഈ ഒരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു നോബ് നമുക്ക് ഊരി എടുക്കാമെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് നമുക്ക് പുറത്തോട്ട് ഊരി എടുത്താൽ നമുക്ക് കൃത്യമായിട്ട് അതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ ഈ ഒരു കാര്യം സെറ്റ് ചെയ്തു, ഇത്രയും ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അതിനകത്ത് കൊണ്ട് കയറ്റിയതിന് ശേഷം ഇവിടെ പിടിച്ചുകൊണ്ട് ഇത് കറക്കിയാൽ തിരിച്ച് ഇതുപോലെ ബാക്കിലോട്ട് പോയി ഇതിൻ്റെ കറക്റ്റ് പൊസിഷനിലോട്ട് വന്ന് നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് ഏതായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാനിത് ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് പ്രസ് ചെയ്യുകയാണ്. അതായത് ആ പോർഷൻ കയറുമോ ഇല്ലയെന്ന് അറിയത്തില്ല, എന്നാലും ഒന്ന് പ്രസ് ചെയ്യുകയാണ്. മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാനത് പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഉറപ്പായിട്ടും പരിശ്രമം നടത്തി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ പറഞ്ഞ സംഗതി അവൻ അവിടെ കയറി സുഖമായിട്ട് പിടിച്ചിരിപ്പുണ്ട്. ഇപ്പം അത് ആ ലോക്ക് കയറിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തിരിച്ച് നമ്മൾ
ഒന്ന് പിടിച്ചുകൊണ്ട് ഇത് ഫുള്ളായിട്ടൊന്ന് കറക്കണം. കറക്കി, അതായത് ഈ ഒരു പോർഷൻ പിടിച്ച് കറക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് ഉള്ളിലോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഈ പറഞ്ഞ ഒരു യൂണിറ്റ് ശരിയാക്കിയെടുക്കാം. ഇനിയിപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടൊന്ന് ഫിറ്റ് ചെയ്യണം. ആ 2 റബ്ബറിൻ്റെ ബുഷോ കാര്യങ്ങളൊന്നും മാറാതെ കറക്റ്റ് ഇതുപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് റെഡിയാക്കാം. കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പണികൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ 10,000-3000 രൂപ വില വരുന്നൊരു ഹെഡ്ലൈറ്റ് ആണ്. നമുക്ക് ഒറ്റ പൈസ പോലും മുടക്കാതെ ചെറിയൊരു എമൗണ്ടിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് മാത്രം മാറിക്കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഇത് റെഡിയാക്കാൻ സാധിക്കും. പലരും ഈ ഒരു പ്രശ്നം കാരണം ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് മാറാതെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. ഏതായാലും നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ തൊട്ടൊന്ന് നോക്കാം. യെസ്, അങ്ങനെ ആ ഒരു ഭാഗം കൂടെ നമ്മൾ ആ മോട്ടറിൻ്റെ പോർഷൻ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വെക്കാനുള്ള ഈ ഒരു ക്രൗൺ മാത്രമാണ്. അപ്പോൾ ഈ ക്രൗൺ ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ ക്രൗണിൻ്റെ ഈ ബാക്ക് പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ബാക്കിലത്തെ പോർഷൻ നമ്മൾ അടയ്ക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഇതിലോട്ട് വരണം. ഇനി ഈ കപ്ലർ ഞാനൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, നമുക്കിനി ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. വാഹനത്തിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു, കാരണം ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തുടക്കം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ക്ലൈമാക്സ് നമുക്കൊന്ന് നോക്കാം. ഇപ്പം ഞാൻ വാഹനത്തിൻ്റെ അടുത്തോട്ട് വരികയാണ്. ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കുറച്ചൊരു ഹൈറ്റിൻ്റെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പം 4ലാണ് ഈ ഒരു വാഹനം ഞാൻ ഇട്ടിരിക്കുന്നത്, കാരണം 4th പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇനി ഞാനിത് മാറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാനത് 3 ആക്കി, 2 ആക്കി, 1 ആക്കി, 0 ആക്കി. അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലെ പോർഷൻ ഒന്നുകൂടെ ഒരു അല്പം കൂടെ താഴോട്ട് വെക്കണം. അതുകൂടി ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെ പിന്നെയും പണി പാളി. ഏതായാലും വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഒന്നുകൂടെ അഴിക്കാം. എന്താണ് കംപ്ലൈൻറ്റ് എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം, എന്നിട്ടത് കറക്റ്റ് ചെയ്യാം. എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അതായത് നമ്മളിപ്പോൾ ഈ ഒരു കവറൊക്കെ തിരിച്ചതിനകത്തോട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ വെച്ചിട്ടായിരിക്കും നമ്മൾ കൊണ്ടുപോയി നമ്മുടെ വാഹനത്തിൽ ഫിറ്റ് ചെയ്യുന്നത്. അതായത് വളരെ നീറ്റായിട്ട് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് ഓക്കെ, ഒരു സൈഡ് വർക്ക് ചെയ്തു, പിന്നെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഡൗട്ടായി എന്താണ് സംഭവം. പിന്നെ നമ്മൾ അഴിച്ചു നോക്കി കഴിയുമ്പോഴത്തേക്കാണ് ഇതിനകത്ത് അടുത്തൊരു പോയിൻ്റ്, അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിൻറ്റിനെ കുറിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് അഴിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനൊരു സ്വിച്ചും കൂടെ വരുന്നുണ്ട്, കണ്ടോ? ഈ ഒരു സൈഡിൽ ഇതൊരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ വരുന്നൊരു സ്വിച്ചാണ്. അപ്പോൾ ഇത് ഈ ഒരു ലോക്കിനകത്ത്, ഇവിടെ ഒരു വൈറ്റ് ലോക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. ഈ ലോക്കിനകത്ത് ഇറങ്ങിയിരിക്കണം. അതായത് കൃത്യമായിട്ട് ആ ലോക്കിനകത്ത് ഇറങ്ങിയാൽ മാത്രമേ എത്ര പൊങ്ങുന്നു എത്ര താഴുന്നു, മേലോട്ട് ചെല്ലുമ്പോൾ സ്റ്റോപ്പ് ആവണം, താഴോട്ട് ചെല്ലുമ്പോൾ പിന്നെയും സ്റ്റോപ്പ് ആവണം എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് ഇതിന് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഒരു സൈഡ് വർക്ക് ചെയ്യുന്ന മറ്റേ സൈഡിലോട്ട് വർക്ക് ചെയ്യാതെ വന്നത് ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം. അപ്പോൾ നമ്മൾ പിന്നെ അഴിച്ചു നോക്കി എന്താണെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഇത് ഒന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് ഇട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം വളരെ കൃത്യമായിട്ട് ആ ഒരു ലോക്ക് ഇതിനകത്തോട്ട് ഞാൻ ഇറക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കേടുക്കാഴ്ചയായിട്ട് ഇവൻ വർക്ക് ചെയ്യും. അപ്പോൾ നേരത്തെ ലെവൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാനിപ്പോൾ ഒന്ന് ഹെഡ്ലൈറ്റ് ഓൺ ആക്കി, കറക്റ്റ് ലെവലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഞാനൊന്ന് അപ്പ് ആൻഡ് ഡൗൺ ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും രണ്ടും ഒന്നിച്ച് തന്നെയാണ് പൊങ്ങുന്നത്. ഇനി ഞാനത് താക്കാൻ വേണ്ടി പോവാണ്. രണ്ടും ഒരുപോലെ താഴുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. യെസ്, ഞാൻ ഒന്നുകൂടെ ഒന്ന് പൊക്കുകയാണ്. യെസ്, ഒന്നുകൂടെ എന്താക്കുകയാണ്. അപ്പോൾ സംഗതി എങ്ങനെയുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് കൂടി ഇട്ടേക്കുക. എങ്ങനെയുണ്ട് പരിപാടി എന്നും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.